ഞാൻ ആവർത്തിച്ച് വീണ്ടും ചോദിച്ചു എന്റെ ആദ്യ അവസരത്തിൽ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് വേണ്ട എന്ന് കണ്ടുകൊണ്ട് തള്ളി മാറ്റിയ വിഴുപ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനം തിരിക്കാൻ യോഗ്യനല്ല എന്നതുകൊണ്ട് അവർ പുറമ്പോക്കിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു അവശിഷ്ടം, ഈ അവശിഷ്ടത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക മുഖപത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്ന വീക്ഷണം ഇന്ന് എന്തിനു വേണ്ടിയിട്ട് എഡിറ്റോറിയൽ എഴുതി? ഞാൻ ആങ്കറോട് ആവർത്തിച്ച് ചോദിച്ചു, ആ എഡിറ്റോറിയൽ പേജിലെ വാചകം അങ്ങേക്ക് ഒരു ആങ്കർ എന്ന നിലയിൽ, അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന പരിമിതികളോട് കൂടെയുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഈ ഒരു ചർച്ചയിൽ വന്നിരുന്നു നമുക്ക് ആവർത്തിച്ച് വായിക്കാൻ കഴിയുന്ന വാചകമാണോ? അത് വഴിയേ അറിഞ്ഞോളൂ. താങ്കൾ കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പോലീസ് അട്രോസിറ്റീസിനെ കുറിച്ചിട്ട് നാളെ നിയമസഭയിൽ സംസാരിക്കുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ട്, താങ്കൾക്ക് കിട്ടിയ ഉറപ്പായിരിക്കും. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മറുപടി നാളിതുവരെ കിട്ടിയിട്ടില്ല. അദ്ദേഹം മൗനത്തിലാണ്. ആളുകളുടെ വിലാപം കേൾക്കുന്നില്ല, ബദിരകരണങ്ങളാണ്, ആളുകളുടെ സങ്കടം കാണുന്നില്ല, ഈ കാഴ്ചകളൊന്നും കാണുന്നില്ല. അദ്ദേഹം കാഴ്ച നശിച്ചുകൊണ്ടിരിക്കുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റാത്തത്ര മൂകതയിലായിരിക്കുന്നു. നാളെ തരങ്ങും വിലങ്ങും അക്രമം നടക്കുന്നു. അക്രമത്തിന്റെ കുന്തമൻ ആരാണ് ഞങ്ങൾക്കെതിരെ അമ്പ ചെയ്യുന്നത്? മുകേഷാണോ, പി ശശിയാണോ അമ്പ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്? അപ്പൊ കുറച്ചുകൂടി നന്നാവും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലെ വിഴുപ്പെന്നാണ് ജയിക്ക് അഭിസംബോധന ചെയ്തത്. അപ്പൊ നമ്മളൊരു ആരോപണം വരുമ്പോൾ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ വിഴുപ്പ് എന്നാണ് താങ്കൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ പി ശശിക്കെതിരെ ഇപ്പോഴും അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന CKP പത്മനാഭൻ ഉണ്ട്. അപ്പൊ പി ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇപ്പൊ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൊണ്ടുവന്നത് ആ വിഴുപ്പങ്ങ് നിങ്ങൾ സർക്കാർ ചെലവിൽ ചുമക്കാമെന്ന് വിചാരിച്ചിട്ടാണോ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. PK ശശി എന്ന് പറഞ്ഞ വിഴുപ്പിനെ നിങ്ങൾ പാർട്ടിക്ക് വേണ്ടെങ്കിൽ പോലും പാർട്ടിയുടെ ഘടകങ്ങളിൽ നിന്ന് തരം താഴ്ത്തി കൊണ്ടുവരുമ്പോൾ പോലും KTDCയുടെ ചെയർമാനാക്കി ശമ്പളം കൊടുക്കുന്നത് ആ വിഴുപ്പിനെ പൊതുജനങ്ങളുടെ ചുമലിൽ കെട്ടിവെക്കുന്നതിന്റെ ഭാഗമാണോ? അപ്പൊ വിഴുപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നതോട് എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ട്യൂഷൻ എടുക്കുന്ന ആളുകളാണ് നിങ്ങൾ. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു.